വിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ് തുല്യതയുടെ സോഷ്യൽ സയൻസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം 4 ആധുനിക ഇന്ത്യ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗാന്ധിജിയും ദേശീയ പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധം, ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിൽ വഹിച്ച പങ്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ 1922 ചൗരി ചൗര സംഭവത്തോടു കൂടി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനവും ഗാന്ധിജി നയിച്ച ഒരു ബഹുജന പ്രക്ഷോഭമായിരുന്നു എന്ന് പറഞ്ഞു. അതുമായിട്ട് അതിന് നിർമ്മാണ പദ്ധതി, ബഹിഷ്കരണ പദ്ധതി ഒക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിരുന്നു. അതിൽ തന്നെ ആ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി ചൗരി ചൗര സംഭവത്തോടു കൂടി ആ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1920 ഈ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. അത് 1922 ചൗരി ചൗര സംഭവത്തോടു കൂടി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. അപ്പോൾ എന്താണ് ഈ ചൗരി ചൗര സംഭവം? അതാണ് നമ്മൾ പറയുന്നത്. അതായത് 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ചൗരി ചൗരയിൽ, ഉത്തർപ്രദേശിലാണ്, ഗോരഖ്പൂർ ജില്ലയിലാണ് ചൗരി ചൗര എന്ന പ്രദേശമുള്ളത്. അപ്പോൾ ഈ ചൗരി ചൗരയിൽ എന്ത് സംഭവിച്ചു? 1922 ഫെബ്രുവരി 5 ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ, അതായത് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ സംഘടിച്ച 3000-ലധികം വരുന്ന നിരായുധരായ കർഷകർ, അവർ നിരായുധരായിട്ട് കർഷകർ എന്ത് ചെയ്തു? ജാഥ നടത്തി. ഈ ജാഥക്ക് നേരെ പോലീസുകാർ വെടിവെച്ചു. അപ്പോൾ ഈ പോലീസുകാർ വെടിവെക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ഒരു പ്രകോപനവും ഉണ്ടാക്കിയിട്ടില്ല. ഈ ജനക്കൂട്ടങ്ങൾ അവർ ചൗരി ചൗരയിൽ ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ പ്രതികരിച്ച ജനങ്ങൾക്ക് നേരെ പ്രകോപനമില്ലാതെ തന്നെ പോലീസ് വെടിവെച്ചു. അങ്ങനെ ക്ഷുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ആ സ്റ്റേഷന് തീ വെച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ 22 പോലീസുകാർ മരണമടഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ ചൗരി ചൗരയിൽ നടന്ന ഈ സംഭവത്തിൽ, ഈ അക്രമ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ ആശയം എന്ന് പറയുന്നത് അഹിംസയിൽ ഊന്നിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ചൗരി ചൗര സംഭവം അഹിംസാ സമര തത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ നിസ്സഹകരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ ഇത് എന്താണ്, ദേശീയ നേതൃത്വത്തിനിടയിൽ ജനങ്ങൾക്കിടയിലുമൊക്കെ കടുത്ത അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ മോത്തിലാൽ നെഹ്റുവിൻ്റെയും CR ദാസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സ്വരാജ് പാർട്ടി രൂപപ്പെടുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്താണ്? പൂർണ്ണമായിട്ടും ചൗരി ചൗരയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ചൗരി ചൗര ഉള്ളത് ഉത്തർപ്രദേശിൽ ചൗരി ചൗരയിലാണ്. അവിടെയുള്ള ജനങ്ങളും പോലീസുകാരും ഏറ്റുമുട്ടി. തുടർന്ന് രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു. അങ്ങനെ 22 പോലീസുകാർ മരണത്തിലേക്ക് അത് നയിച്ചു. ഇതിനെയാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. ഈ ചൗരി ചൗര സംഭവത്തോടു കൂടിയാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിക്കാൻ കാരണം. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്തത് ഇവിടെ കുറച്ച് ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജാലിയൻ വാലാബാഗ്, അതുപോലെ റൗലറ്റ് നിയമം, ഖിലാഫത്ത് പ്രസ്ഥാനം. ചൗരി ചൗര നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനം എന്താ പറഞ്ഞിരുന്നത്? ഖലീഫയുടെ സ്ഥാനത്തെ പുനഃസ്ഥാപിക്കുന്നതിനായി ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഇതിന് നേതൃത്വം നൽകിയത് അലി സഹോദരങ്ങളാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞിരുന്നു. അതെ, ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ ഖലീഫയെ ബ്രിട്ടീഷുകാർ അപമാനിച്ചതിനെ പ്രതിഷേധിച്ച് രൂപം കൊണ്ടൊരു പ്രസ്ഥാനമായിരുന്നു ഖിലാഫത്ത്. ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അലി സഹോദരന്മാർ, അതായത് മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി സഹോദരന്മാരായിരുന്നു. അങ്ങനെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ സഹകരിച്ചു എന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം ഖലീഫയുടെ സ്ഥാനത്തെ പുനഃസ്ഥാപിക്കുന്നതിനായി ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം. അതിന് നേതൃത്വം നൽകിയത് അലി സഹോദരങ്ങളാണ്. അലി സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. ഓക്കെ, അടുത്തതായി നമുക്ക് പറയാനുള്ളത് ജാലിയൻ വാലാബാഗിനെ കുറിച്ചും അതുപോലെ റൗലറ്റ് നിയമത്തെക്കുറിച്ചുമാണ്. അപ്പോൾ ഈ ജാലിയൻ വാലാബാഗിലേക്ക് നയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ റൗലറ്റ് നിയമമായിരുന്നു. എന്താ റൗലറ്റ് നിയമം എന്ന് പറയുന്നത്? അതായത് ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ നടപ്പിലാക്കിയ ഒരു കരി നിയമങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു റൗലറ്റ് നിയമം. അപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ
നടപ്പിലാക്കിയ കരിനിയമങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു റൗലറ്റ് നിയമം. ഈ റൗലറ്റ് നിയമം നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1919 ഓക്കെ. അതായത് 1919 സർ സിഡ്നി റൗലറ്റ് പാസ്സാക്കിയ ഒരു നിയമമായിരുന്നു ഇത്. ഇതനുസരിച്ച് ഇതിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് അധികാരങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിന് ഈ റൗലറ്റ് നിയമം കൊണ്ട് ലഭിക്കാവുന്ന അധികാരങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഏതൊരു വ്യക്തിയെയും വിചാരണ കൂടാതെ തടവിലടക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് സാധിക്കും. അപ്പോൾ ഏതൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെയാണ്, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ, വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു വിചാരണ ചെയ്യാനും തടവിലാക്കാനുമുള്ള ഒരു നിയമമായിരുന്നു ഈ റൗലറ്റ് നിയമം. അതായത് ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. ഒന്ന് വാറണ്ടില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാം ഏതൊരു ഇന്ത്യക്കാരനെയും. ഇനി അങ്ങനെ അറസ്റ്റ് ചെയ്താൽ തന്നെ വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാനും സാധിക്കും. പിന്നെ പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ വേണമെങ്കിൽ നടത്താം. പിന്നെ അതുമല്ലെങ്കിൽ കോടതി വിധികൾക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ഈ കോടതി വിധിക്കെതിരെ ആരെങ്കിലും അപ്പീൽ ഉണ്ടെങ്കിൽ അത് നിഷേധിക്കാനും. ഇങ്ങനെ ഒരുപാട് ഈ ഒരു ഇന്ത്യൻ ജനതയുടെ പൗരാവകാശത്തിന് ലംഘിക്കുന്ന രീതിയിലുള്ള ഒരു നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ ഒരു റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ റൗലറ്റ് നിയമം. 1919 ഇതുണ്ടായിരുന്നത്. അപ്പോൾ ഈ റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തൊരു ദിവസമായിരുന്നു 1919 ഏപ്രിൽ 6 റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്യുകയായി. അതിനുശേഷം പിന്നെ എന്താണ് അതുപോലെ ഈ പഞ്ചാബിൽ റൗലറ്റ് ആക്ട് നിയമത്തിനെതിരെയുള്ള സമരത്തിൽ നേതൃത്വം നൽകിയ ആളുകളായിരുന്നു ഡോക്ടർ സത്യപാലും അതുപോലെ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവും. ഇവരെ എന്ത് ചെയ്തു? പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അറസ്റ്റിലായ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? ഈ ഒരു പഞ്ചാബിലെ റൗലറ്റ് ആക്ട് നിയമത്തിനെതിരെയുള്ള സമരത്തിൽ നേതൃത്വം നൽകുകയും അതിനെ തുടർന്ന് അറസ്റ്റിലാവുകയും ചെയ്ത നേതാക്കന്മാരായിരുന്നു ഡോക്ടർ സത്യപാലും അതുപോലെ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവും. അപ്പോൾ 1919 നടപ്പിലാക്കിയ ഈ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അങ്ങനെ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ ഉണ്ടായ ഒരു ദാരുണ സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് അത് ഈ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല വന്നത്? അതായത് ഈ റൗലറ്റ് നിയമത്തിനെതിരെ പഞ്ചാബിൽ നടന്ന സമരത്തിന് നേതൃത്വം നൽകിയവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പഞ്ചാബിലെ ജനങ്ങൾ ഒത്തുകൂടിയ സ്ഥലമായിരുന്നു ഈ ജാലിയൻ വാലാബാഗ്. അപ്പോൾ ഈ പഞ്ചാബിലെ ഈ ഒരു ജാലിയൻ വാലാബാഗ് എന്ന പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതെന്ന് പറഞ്ഞത് 3 വശവും മതിലുകളാൽ ചുറ്റപ്പെട്ടതായിരുന്നു. 3 വശം മതിലുകളാൽ ചുറ്റപ്പെട്ടതും ഒരു കവാടം മാത്രമുള്ളതുമായ ഒരു വിശാലമായ മൈതാനമാണ് ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 വശവും മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ്. അതിനാകെ ഒരു കവാടമേ ഉള്ളൂ. ആ ഒരു കവാടത്തിനുള്ളിൽ വിശാലമായ ഒരു മൈതാനമായിരുന്നു ജാലിയൻ വാലാബാഗ്. അപ്പോൾ ആളുകൾ ഈ ഒരു മൈതാനത്തിൽ നിരായുധരായി ഇരുന്ന ഈ ജനങ്ങൾക്ക് നേരെ പട്ടാളം എന്ത് ചെയ്തു? വെടിയുതിർത്തു. അങ്ങനെ 1000-ൽ പരം ആളുകൾ ഈ ആളുകൾ എന്ത് ചെയ്തു? വെടിയേറ്റ് മരിച്ചു. അപ്പോൾ ഈ വിശാലമായ മൈതാനത്തിലുണ്ടായിരുന്ന നിരായുധരായ ജനങ്ങൾക്ക് നേരെ പട്ടാളം വെടിയുതിർത്തു. 1000-ൽ പരം ആളുകൾ വെടിയേറ്റ് മരിച്ചു. ഇങ്ങനെ ഈ പരുക്കേറ്റവരെ ശുശ്രൂഷിക്കുവാനോ അല്ലെങ്കിൽ ദാഹജലം നൽകാനോ ഒന്നും പട്ടാളം അനുവദിച്ചിരുന്നില്ല. അപ്പോൾ ഈ ദാരുണ സംഭവത്തെയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇതാണ്. ജാലിയൻ വാലാബാഗ് പഞ്ചാബിലെ അമൃത്സറിലായിരുന്നു. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മടക്കി കൊടുത്തൊരു പദവിയായിരുന്നു കൈസർ എ ഹിന്ദ്. അപ്പോൾ ഗാന്ധിജിക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിയിരുന്ന ഒരു പദവിയായിരുന്നു കൈസർ എ ഹിന്ദ്. അത് അദ്ദേഹം എന്തു ചെയ്തു? ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി ആ ഒരു പദവി മടക്കി നൽകി. അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിനും സർ എന്ന പദവി നൽകിയിരുന്നു. ആ സർ എന്ന പദവിയും അദ്ദേഹം ഉപേക്ഷിക്കുകയുണ്ടായി ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം. അതുപോലെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആ സർ എന്ന പദവി അദ്ദേഹം ഉപേക്ഷിച്ചത്.
പിന്നെ അതുപോലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് മൈക്കൽ ഒ ഡയർ ആയിരുന്നു ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത്. അദ്ദേഹത്തെ ആ ഒരു മൈക്കൽ ഒ ഡയറിനെ ഉദ്ധം സിംഗ് പിന്നീട് വധിക്കുകയുണ്ടായി. അതായത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്ന ഉദ്ധം സിംഗ് വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ ചെന്ന് ഏകദേശം 1939-40 ആ കാലഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. എങ്കിലും മൈക്കൽ ഒ ഡയറിനെ ഉദ്ധം സിംഗ് ഇംഗ്ലണ്ടിൽ പോയിട്ടാണ് വധിക്കുന്നത്. അപ്പോൾ ഈ സംഭവം 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അതിൽ ദൃക്സാക്ഷി, ആ കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്ന ഉദ്ധം സിംഗ് കുറേ വർഷങ്ങൾക്ക് ശേഷം 1939-40 കാലഘട്ടങ്ങളിലാവാം, ആ ഒരു ഉദ്ധം സിംഗ് ആ വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു, ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് അവിടെ പോയിട്ട് മൈക്കൽ ഒ ഡയറിനെ വെടിവെക്കുകയുണ്ടായി. അങ്ങനെ ആ ഉദ്ധം സിംഗിന് അവിടെ പിടിക്കപ്പെടുകയും വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. അത് 1940 ജൂലൈ 31 അപ്പോൾ അങ്ങനെ ഉദ്ധം സിംഗിനെ വധശിക്ഷക്ക് വിധേയനാക്കുകയും ചെയ്തു. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത് എന്താണ്? 1919 നടപ്പിലാക്കിയ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഈ പ്രതിഷേധം പഞ്ചാബിൽ ശക്തമായി. അങ്ങനെ പ്രാദേശിക നേതാക്കളായ ആരൊക്കെയായിരുന്നു? ഡോക്ടർ സത്യപാൽ, അതുപോലെ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു. ഇവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജാലിയൻ വാലാബാഗിൽ സമാധാനപരമായി സംഘടിച്ച ജനങ്ങൾക്കു നേരെ പോലീസ് വെടിവെച്ചു. തൽഫലമായി ധാരാളം ജനങ്ങൾ വധിക്കപ്പെട്ടു. ഈ സംഭവത്തെയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ക്രൂരതയിൽ ലോകം നടുങ്ങുകയുണ്ടായി. ബ്രിട്ടീഷുകാർ നൽകിയ സർ എന്ന പദവി ആരും ഉപേക്ഷിച്ചു? രവീന്ദ്രനാഥ ടാഗോർ ഉപേക്ഷിച്ചു. അതുപോലെ കൈസർ ഇ ഹിന്ദ് എന്ന ആ ഒരു പദവി ഗാന്ധിജി ഉപേക്ഷിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ആളിക്കത്തുന്നതിനും അതുപോലെ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും ഈ ജാലിയൻ വാലാബാഗ് സംഭവം കാരണമാവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കാരണം എന്താ ഉണ്ടായത്? ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ആളിക്കത്തുന്നതിനും അതോടൊപ്പം തന്നെ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും ജാലിയൻ വാലാബാഗ് സംഭവം കാരണമായി. അപ്പോൾ ഇത്രയാണ് ജാലിയൻ വാലാബാഗിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ റൗലറ്റ് നിയമമാണ് ജാലിയൻ വാലാബാഗിലേക്ക് നയിക്കാൻ കാരണം. അങ്ങനെ അപ്പോൾ നമുക്ക് ഇനി നമുക്ക് പൂർണ്ണ സ്വരാജും ലാഹോർ കോൺഗ്രസും അതുപോലെ ഉപ്പ് സത്യാഗ്രഹവും ഒക്കെയാണ് പറയാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇനി മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും വരാം. അതുവരേക്കും താങ്ക്